ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. സാമൂഹ്യനീതി എന്ന ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തായ ആശയത്തെ ലക്ഷ്യമാക്കി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സംവരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടും പതിറ്റാണ്ടുകളായി. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ഉപസംവരണം ഏർപ്പെടുത്താനുള്ള സുപ്രീം കോടതി വിധി. ഈ സാഹചര്യത്തിലാണ് ജാതി സെൻസസ് നടത്തി യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്ന ആവശ്യം പ്രസക്തമാകുന്നത്. സംവരണത്തിൻ്റെ രാഷ്ട്രീയവും ജാതി സെൻസസിൻ്റെ പ്രസക്തിയും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി എം കവിക്കാടാണ് ക്രിട്ടിക്കിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. സമകാലീന ഇന്ത്യയിൽ ജാതി സെൻസസും സംവരണവും ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും ചരിത്രപരമായ സാമൂഹ്യശാസ്ത്രപരമായ ഒരു തെളിച്ചം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയിലെ പോസിറ്റീവ് അസേർഷൻ എന്ന് വിളിക്കാവുന്ന റിസർവേഷൻ രൂപം കൊള്ളുന്നതിന് ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദലിത് ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സാമൂഹികമായി ബഹിഷ്കൃതരാണെന്നും അൺടച്ചബിലിറ്റി പോലെയുള്ള ഭീകരമായ സോഷ്യൽ പ്രാക്ടീസിന് വിധേയമാകുന്നവരാണെന്നും നിരന്തരമായ ആക്രമണത്തിനും കൊലപാതകത്തിനും ബലാത്സംഗങ്ങൾക്കും വിധേയമാകുന്ന പരിപൂർണ ബഹിഷ്കൃത സമൂഹമാണെന്നുള്ള ഡോക്ടർ BR അംബേദ്കറുടെ തിരിച്ചറിവിൽ നിന്നും അവരുടെ സ്റ്റാറ്റസ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സുശക്തമായൊരഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. 20കളുടെ ഒടുവിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ അയിത്തജാതിക്കാരെ, ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നത് പോലെ തന്നെ ഒരു ന്യൂനപക്ഷ വിഭാഗമായി പരിഗണിച്ച് അവർക്ക് സവിശേഷമായ പ്രാതിനിധ്യ അവകാശം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് അന്നത്തെ കാലത്ത് തന്നെ വലിയ വിവാദമായെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മക്ഡൊണാൾഡ് ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമടക്കമുള്ള സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അടക്കമുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനെതിരെ അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതൃത്വമായിരുന്ന ഗാന്ധി മരണം വരെ നിരാഹാരമനുഷ്ഠിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭം ചരിത്രത്തിലുണ്ട്. 1932 സെപ്റ്റംബറിലാണ് മരണം വരെ നിരാഹാരം ഗാന്ധിജി പ്രഖ്യാപിക്കുന്നത്. നീണ്ട 6 ദിവസത്തിന് ശേഷം ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുക എന്ന നിലയ്ക്ക് രാജ്യവ്യാപകമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ ഒരു എഗ്രിമെൻറ്റിൽ, പൂന പാക്റ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിൽ ഡോക്ടർ BR അംബേദ്കറും ഹിന്ദു മഹാസഭ പ്രതിനിധികളും ഒപ്പുവയ്ക്കുകയുണ്ടായി. ഈ എഗ്രിമെൻറ്റിന് പ്രകാരം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നത് മാറിപ്പോവുകയും ദളിതരുടെ ഡിപ്രസ്ഡ് ക്ലാസ്സിന് പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യുവൻസി റിസർവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഞാനിത് ഈ ചരിത്രം സൂചിപ്പിക്കുവാൻ കാരണം ഇത് തുടക്കം മുതൽ തന്നെ വളരെ വലിയ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് ദലിതരുടെ പ്രാതിനിധ്യ അവകാശം ആധുനിക ഇന്ത്യയിൽ സ്ഥാപിച്ചത് എന്ന ഓർമ്മ ഈ ചർച്ചയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുള്ളൂ. അന്ന് ഗാന്ധി പറഞ്ഞൊരു ന്യായം, ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് പ്രത്യേകമായ അവകാശം നൽകിയാൽ അത് ഹിന്ദു സമുദായത്തെ വെട്ടിമുറിക്കും എന്നായിരുന്നു. എന്നാൽ ഒരു കാലത്തും ജാതി ഹിന്ദുക്കൾ സ്വന്തം സമുദായത്തിൻ്റെ ഭാഗമായി, സ്വന്തം മതത്തിൻ്റെ ഭാഗമായി പരിഗണിക്കാതിരുന്ന അയിത്തജാതിക്കാർ ഹിന്ദുമതത്തിൻ്റെ അഭാജ്യ ഘടകമാണെന്നുള്ള വാദമാണെന്ന് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ എതിർപ്പിനെ മറികടന്നാണെങ്കിൽ പോലും പ്രാതിനിധ്യ അവകാശം ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞിരുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാവുകയും ചെയ്യും. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആരാണ് അയിത്തജാതിക്കാർ
എന്നതിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാവുകയും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതികളെ പട്ടികജാതി ലിസ്റ്റും പട്ടികവർഗ ലിസ്റ്റും ഉണ്ടാക്കുകയുണ്ടായി. പട്ടികജാതി ലിസ്റ്റിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡമായിരുന്നത് സാമൂഹികമായി ബഹിഷ്കൃതരാണോ എന്നതായിരുന്നു. അതൊരിക്കലും പാവപ്പെട്ടവരാണോ അല്ലയോ എന്ന ചോദ്യമേ ചോദിച്ചില്ല. സാമൂഹികമായി ബഹിഷ്കൃതരാണോ, ബ്രാഹ്മണരുടെ സേവനം ലഭ്യമാകാത്തവരാണോ തുടങ്ങിയ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഈ പട്ടികജാതി ലിസ്റ്റ് രൂപീകരിക്കുന്നത്. പൊതുസമൂഹത്തിൽ നിന്നും മാറി പൊതുസമൂഹത്തിൽ ഇടപെടാതെ ജീവിക്കുന്ന വിഭാഗങ്ങളെയാണ് ട്രൈബായി പരിഗണിച്ചുകൊണ്ട് പട്ടികവർഗ ലിസ്റ്റും രൂപീകരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇന്ന് ഏറ്റവും വിവാദമായിരിക്കുന്ന പട്ടികജാതി ലിസ്റ്റൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് രൂപീകരിക്കുന്ന ഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹികമായി ബഹിഷ്കൃതരാണോ എന്ന ചോദ്യമാണ് അതിൻ്റെ അച്ചുതണ്ടായി നിൽക്കുന്നത്. അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട ജാതികളെയാണ് പട്ടികജാതിയായി ഇന്ത്യൻ ഭരണകൂടം പരിഗണിക്കുന്നത്. എന്നാൽ സംവരണം ഈ പുതിയ ആധുനിക ഇന്ത്യയിൽ സംവരണ വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പല നിലകളിൽ പല തലങ്ങളിൽ അതിനെതിരെയുള്ള ആക്രമണവും നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭ രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS എഴുതിയിരിക്കുന്നത് സംവരണത്തിൻ്റെ മാനദണ്ഡം പടിപടിയായി സാമ്പത്തികമാക്കി മാറ്റണമെന്നായി. തീർച്ചയായും ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ സാമ്പത്തിക അസമത്വത്തെ മാത്രം പരിഗണിക്കുന്ന വളരെ പരിമിതവും സങ്കുചിതവുമായൊരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടും ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ, ജാതിയടക്കമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ വിസമ്മതിച്ചതുകൊണ്ടുമാണ് ഏറ്റവും ഭീകരമായ തരത്തിൽ ബഹിഷ്കൃത ജനതയെ വീണ്ടും ബഹിഷ്കൃതരാക്കുന്ന ഒരു നിർദ്ദേശം ഭരണപരിഷ്കാര റിപ്പോർട്ടിൽ വന്നത് എന്ന് നമ്മൾ കാണണം. 1962 ഏറ്റവും പ്രോഗ്രസീവ് പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാവുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ അടിയന്തിരമായി ഇടപെട്ട് സംവരണം പടിപടിയായി നിർത്തുന്നില്ല എങ്കിൽ നമ്മളുടെ ഭരണത്തിൻ്റെ എഫിഷ്യൻസിയെ അത് ബാധിക്കും എന്നതായിരുന്നു. ഇന്ന് സംവരണത്തിനെതിരെ മെറിറ്റിൻ്റെ വാളോങ്ങി വളരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നവർ നെഹ്റുവിൻ്റെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിയുമില്ല. സംവരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുമെന്നാണ് നെഹ്റു യഥാർത്ഥത്തിൽ കരുതിയിരുന്നത്. അങ്ങനെ ഈ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ സംവരണവും OBC സംവരണവും, പട്ടികജാതി സംവരണം ഇന്ത്യൻ ഭരണഘടനാദത്തമായ ഒരവകാശമായിട്ടാണ് നിലവിലുള്ളത്. അതേതെങ്കിലും ഗവൺമെൻറ് തീരുമാനിച്ചതല്ല. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദീർഘമായി ചർച്ച ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയതാണ്. എന്നാൽ OBC സംവരണം അങ്ങനെയായിരുന്നില്ല. OBC സംവരണം ഇന്ത്യൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ കണ്ടെത്തി ഏർപ്പാടാക്കിയ സംവരണമായിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കാക്ക കലേക്കർ കമ്മീഷൻ ഇന്ത്യയിലെ OBCയെക്കുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും അവസാനം കാക്ക കലേക്കർ തന്നെ, കമ്മീഷൻ്റെ ചെയർമാൻ തന്നെ, ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്ത വിചിത്രമായൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നോക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണെന്ന് കണ്ടെത്തിയൊരു കമ്മീഷൻ അവർക്ക് പ്രത്യേകിച്ച് സംവരണം കൊടുക്കുന്നത് കുഴപ്പമാണെന്ന് പറഞ്ഞ വിചിത്രമായൊരു സ്ഥലമാണ് ഇന്ത്യ. പിന്നീട് മണ്ഡലിൻ്റെ കാലത്താണ് ഏറെക്കുറെ ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധമുള്ളൊരു പഠനം OBC വിഭാഗത്തിൽ നടന്നത്. അതിൻ്റെ റിപ്പോർട്ട് അത് നടപ്പിലാക്കിയപ്പോൾ VP സിംഗ് ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോൾ അതിഭയാനകമായ തരത്തിലുള്ള വിദ്യാർത്ഥി കലാപങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മൗന പിന്തുണയോടെയാണ് ആ കലാപങ്ങൾ അരങ്ങേറിയത്. നേതാക്കളില്ലാത്ത കലാപങ്ങളായിരുന്നു. നമ്മുടെ എയിംസിൻ്റെ പരിസരത്ത് എല്ലാവിധത്തിലുള്ള സമരങ്ങൾ നിരോധിക്കപ്പെട്ടൊരു സ്ഥലമാണ്. എയിംസിൻ്റെ മുറ്റത്ത് പന്തലിട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ സമരം നടന്നത്. ഇതാരാണ് ആ പന്തലിടാൻ അനുവാദം കൊടുത്തത്?
അന്ന് നടന്ന ഏറ്റവും വിചിത്രമായൊരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾ OBC സംവരണം പ്രഖ്യാപിച്ചപ്പോൾ അവർ നടത്തിയ പ്രകടനത്തിൽ പറഞ്ഞൊരു കാര്യം, എഴുതിയൊരു മുദ്രാവാക്യം, ഞങ്ങൾക്ക് ജോലിയില്ലാത്ത ഭർത്താക്കന്മാർ വേണ്ട എന്നതായിരുന്നു. ഏറ്റവും വിചിത്രമായൊരു കാര്യമാണത്. അതായത് ജോലി മുഴുവനും പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും കൊണ്ടുപോകുന്നു, സവർണ യുവാക്കൾ ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ലാത്ത ഭർത്താക്കന്മാരെ വേണ്ട. അപ്പോൾ ഈ ജോലിയുള്ളവരുണ്ടല്ലോ, അവരെ കെട്ടാമെന്നവർക്ക് താല്പര്യമില്ല, അവരെ കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല. മറിച്ച് ജോലിയുള്ള സവർണ പുരുഷനെ തന്നെ അവർക്ക് വേണമെന്നാണ് ഇന്ത്യയിലെ എലൈറ്റ് വിദ്യാർത്ഥി സമൂഹം പോലും പറയുന്നത്. ഈയൊരു സാഹചര്യത്തിൽ അന്ന് വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യ തന്നെ നെടുകെ പിളരുകയും ചെയ്തിരുന്നു. സംവരണീയ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ദളിതർ ഒരു പക്ഷത്തും സവർണ വിഭാഗങ്ങൾ മറ്റൊരു പക്ഷത്തുമായി അണിനിരക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ ഹിന്ദുത്വ ദേശീയതയിലെ വക്താക്കൾ ബാബറി മസ്ജിദ് തകർക്കുന്ന പുതിയ പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നത്. അങ്ങനെ ഹിന്ദു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയെ ഒരു മുസ്ലിം വിരോധത്തിലൂടെ, മുസ്ലിം അപരത്വ നിർമ്മിതിയിലൂടെ വളരെ സക്സസ്ഫുള്ളായിട്ട് 92-ൽ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ടാണ് ഹിന്ദുക്കളെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ വലിയ പിളർപ്പിനെ അവർ മറികടന്നു പോയത്. എന്നാൽ അന്ന് പുരോഗമനകാരികളായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ ഇന്ത്യ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ആഴം ബോധ്യപ്പെടുകയോ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്ന ദാരുണമായ സ്ഥിതിയും നമ്മുടെ മുന്നിലുണ്ട്. പ്രസിദ്ധമായ ഇന്ദിരാ സാനി കേസിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ക്രീമി ലെയർ സങ്കല്പം അത് ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പരിപൂർണമായും ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. നിയമനിർമ്മാണം നടത്താനോ അത്തരം കാര്യങ്ങൾ ചെയ്യുവാനോ ജുഡീഷ്യറിക്ക് അവകാശമില്ല. എന്നിട്ടും ജുഡീഷ്യറിയുടെ ഒരു പരാമർശത്തെ മുൻനിർത്തി ഇന്ത്യയിലെമ്പാടും പിന്നോക്കക്കാരിൽ ഒരു ക്രീമി ലെയറിനെ കണ്ടെത്തുകയും അവരെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. ഇങ്ങനൊരു ചരിത്ര പശ്ചാത്തലം, അതായത് റിസർവേഷൻ എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാതെ പോയ വിഭാഗങ്ങളുടെ, ബഹിഷ്കൃത വിഭാഗങ്ങളുടെ, നീതി ലഭിക്കാത്ത വിഭാഗങ്ങളുടെ പങ്കാളിത്തമാണ് എന്ന ഒരു അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ഇത് അനധികൃതമായ ഒരു ഇടപാടാണ് എന്ന നിലക്കുള്ള വലിയൊരു പ്രചാരണത്തിന് ഇന്ത്യയിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും വലിയ പിന്തുണയാണ് കൊടുത്തത് എന്നത് തികച്ചും നിരാശാഭരിതമായൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറ്റവും അവസാനം ഓഗസ്റ്റ് 1 2024 ഓഗസ്റ്റ് 1 പുറത്തു വന്ന സംവരണ വിധിയും പരിശോധിക്കേണ്ടത്. ഇന്ത്യക്കകത്ത് ജാതി സർവേ, സാമൂഹിക സാമ്പത്തിക സർവേ ഓൺ ദ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി നടപ്പിലാക്കണം എന്നൊരാവശ്യം ദീർഘകാലമായി നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ എക്സിക്യൂട്ടീവിനകത്ത്, ലെജിസ്ലേച്ചറിനകത്ത്, ജുഡീഷ്യറിക്കകത്ത് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് പ്രാതിനിധ്യമുള്ളത് എന്ന് പരിശോധിക്കപ്പെടണമെന്നുള്ള ആവശ്യം നേരത്തെ മുതലേ നിലനിൽക്കുന്നതാണ്. എന്നാൽ 2012-ൽ മാത്രമാണ് അത്തരമൊരു സർവേക്ക് ഗവൺമെൻറ് തയ്യാറായതെങ്കിലും അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുവാൻ ഗവൺമെൻറ് ഇനിയും തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ദേശീയമായി ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന മുദ്രാവാക്യം ഉന്നയിക്കുകയും ബീഹാർ ഗവൺമെൻറ് ജാതി സെൻസസ് നടപ്പിലാക്കുകയും ചെയ്തു. ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് മുതിർന്നപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ചെയ്തു. ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ സ്റ്റേറ്റിന് അധികാരമില്ല, സെൻസസിൻ്റെ അധികാരം പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്നതായിരുന്നു വാദം. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഒരു സ്റ്റേറ്റിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ടെന്നും അതുകൊണ്ട് ജാതി സെൻസസ് നടത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാരത്തെയും കവർന്നെടുക്കുന്നില്ല
എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടന്നത്. സർവേയിലെ ചെറിയ ചില വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ബീഹാറിലെ ഭൂമിയിലെ വലിയ സിംഹഭാഗവും കൈവശം വച്ചിരിക്കുന്നത് വളരെ ന്യൂനപക്ഷമായ സവർണ വിഭാഗങ്ങളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം പുറത്തു വരികയുണ്ടായി. ഇത് ഇന്ത്യയിലെമ്പാടും ഈ സെൻസസ് നടപ്പിലാക്കി ആ വിവരങ്ങൾ പുറത്തു വരണമെന്നുള്ള ആവശ്യം ഈ ബീഹാർ അനുഭവത്തിൽ നിന്ന് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. കർണാടകയിൽ സമാനമായ സർവേ നടന്നെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നില്ല. പുറത്തു വിടുമെന്ന് സിദ്ധരാമയ്യ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ BJPയിലും കോൺഗ്രസ്സിലുമുള്ള സവർണ MLAമാർ സംഘടിതമായി ഒറ്റക്കെട്ടായി ചെന്നിട്ടാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് വിവരങ്ങൾ പുറത്തുവിടരുത്. നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് നടക്കുന്ന അടിയൊഴുക്കുകളുടെ ഒരാഴവും പരപ്പും നമ്മൾ മനസ്സിലാക്കണം. അക്കാര്യത്തിൽ അവർക്ക് BJP എന്നോ കോൺഗ്രസ് എന്നോ ഭേദമില്ലാതെ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നാണ് അവരാവശ്യപ്പെട്ടത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ജാതിയെ അടിസ്ഥാനമാക്കി ഒരു സർവേ ആവശ്യമുണ്ടോ എന്നതാണ്. ജാതിയെ അടിസ്ഥാനമാക്കി ഒരു സർവേ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇല്ല എന്ന് പറയുന്നു, ജാതി ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എന്ന് പറയുന്നവർ ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളാണത്. ഒന്ന്, ഇന്ത്യയിലെ കഴിഞ്ഞ 70-75 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് ചില വിഭാഗങ്ങൾ മാത്രം, ചില സാമുദായിക വിഭാഗങ്ങൾ മാത്രം ദരിദ്രരും പീഡിതരുമായി തുടരുകയും ചില വിഭാഗങ്ങൾ വളരെ വലിയ സമ്പത്തിൻ്റെ ഉടമകളായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്, ഇന്ത്യൻ എക്സിക്യൂട്ടീവിനകത്തെ കീ പോസ്റ്റുകളിൽ, എക്സിക്യൂട്ടീവിലെ തൂപ്പ് ജോലിയുടെയും ക്ലർക്ക് ജോലിയുടെയും കാര്യമല്ല പറയുന്നത്, കീ പോസ്റ്റുകളിൽ നാളിതുവരെ ഈ സവർണ ഓളിഗാർക്കിയുടെ സർവാധിപത്യമുണ്ട് എന്നത് വസ്തുതാപരമായി പുറത്തു വന്നിട്ടുള്ള കണക്കാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള വിഭാഗങ്ങൾക്ക് അതിലേക്ക് സ്വതന്ത്രമായി കടന്നു ചെല്ലാൻ കഴിയാത്തത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ദളിതൻ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ദളിതരാരും IASകാരായില്ല എന്നല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേചന ബുദ്ധിയെങ്കിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇത് സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് അതിൻ്റെ കണക്കുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. നാളിതുവരെയുള്ള ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നവരിൽ 49% പേരും ബ്രാഹ്മണരാണ് എന്നുള്ള വസ്തുത പുറത്തു വന്നിട്ടുണ്ട്. ഒരേ ഒരു ചീഫ് ജസ്റ്റിസാണ് ദളിത് വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ദളിതർ ചീഫ് ജസ്റ്റിസ് ആയാൽ ഇന്ത്യയിൽ വിപ്ലവം നടക്കുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ചീഫ് ജസ്റ്റിസുമാരൊക്കെ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെയായിരിക്കും ദളിതരിൽ നിന്നായിരിക്കും ന്യൂനപക്ഷത്തിൽ നിന്നായാലും ഒരു ചീഫ് ജസ്റ്റിസ് പെരുമാറുക. പക്ഷേ ഇവർക്ക് മാത്രം എന്താണ് ഒരു വിലക്ക് എന്ന ചോദ്യമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത്, ഇന്ത്യൻ എക്സിക്യൂട്ടീവിനകത്ത്, ലെജിസ്ലേച്ചറിനകത്ത് അവർക്ക് പ്രാതിനിധ്യമുണ്ട്. അത് ഭരണഘടനാദത്തമായതുകൊണ്ടാണ് അവർക്ക് പ്രാതിനിധ്യമുള്ളത്. മറിച്ച് നമ്മൾ രാജ്യസഭയിലെ നാളിതുവരെ ചരിത്രത്തിൽ എത്ര ദളിതർ രാജ്യസഭാ മെമ്പർമാരായിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ നാമമാത്രമാണ്. കേരളത്തിൽ നിന്നെങ്കിലും നമ്മൾ നോക്കിയാൽ ഒരു കൈ കൊണ്ട് എണ്ണാവുന്ന അത്രയും എണ്ണം പോലും ദളിതരിൽ നിന്നും രാജ്യസഭയിലേക്ക് ആരും പോയിട്ടില്ല. കാരണം അത് ഭരണഘടനാ വ്യവസ്ഥ ഇല്ല. അതിനകത്ത് ദളിതരെ തിരഞ്ഞെടുത്തു കൊള്ളണമെന്ന ഭരണഘടനാ വ്യവസ്ഥയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സെഗ്രിഗേഷൻ നിലനിന്നിട്ടും ചില വിഭാഗങ്ങൾ മാത്രം പരമദരിദ്രരായി തുടരുകയും വിദ്യാഭ്യാസം ചെയ്യാൻ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധ്യതയില്ലാതിരിക്കുകയും അവർക്കിടയിൽ നിന്ന് ഒരിക്കലും വ്യാപാരികളോ വ്യവസായികളോ രൂപം കൊള്ളാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ഭൂരഹിതരിൽ 90%-ലധികം ദളിതരായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ജാതി സെൻസസ്. ഇന്ത്യയിലെ ദളിതർക്കിടയിൽ നിന്നും വൻകിട വ്യവസായികൾ രൂപപ്പെടാത്തത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ജാതി സെൻസസിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ജാതി സെൻസസ് കേവലമായ എണ്ണമെടുക്കലല്ല. ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിറ്റിയും ഓരോ സാമുദായിക വിഭാഗവും എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ കണക്കെടുപ്പാണ്.
അവരുടെ സാമ്പത്തിക നില, വിദ്യാഭ്യാസ നില, അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ തോത് എന്നിവയുടെ കണക്കെടുപ്പാണ്. ഈ കണക്കെടുപ്പ് നടത്തണ്ട എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു പൗരനും അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ അത് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനാനുസൃതമായിട്ടാണ്. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തി ഇന്ത്യയിലെ ബ്രാഹ്മണർ അടക്കമുള്ള വിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ അസറ്റ് എന്താണ്, അവരുടെ പ്രാതിനിധ്യം എന്താണെന്നുള്ള വസ്തുതകൾ പുറത്തു വന്നാൽ, ഇത് ദളിതർക്ക് കുറേ ജോലി കിട്ടുന്ന കാര്യമൊന്നും അല്ലിത്, OBC വിഭാഗങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യമല്ലത്. അത്തരമൊരു കണക്ക് നമ്മുടെ മുന്നിൽ വന്നാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ അത് വളരെ വലിയ റിസോഴ്സായിരിക്കും. നാളിതുവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പോലും പുറത്തു കടക്കാൻ കഴിയാത്ത ഇന്ത്യക്ക്, ബാലവേലയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഇന്ത്യക്ക്, സ്ത്രീ പീഡനങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഇന്ത്യക്ക്, ദളിത് കൂട്ടക്കൊലകൾ, മുസ്ലിം കൂട്ടക്കൊലകളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഇന്ത്യക്ക് പുറത്തു കടക്കാനുള്ളൊരു നയരൂപീകരണത്തെ സഹായിക്കുന്ന അബുണ്ടൻ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും ജാതി സെൻസസിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അത് കേവലമായിട്ട് ഈ വിഭാഗങ്ങൾക്ക് എത്രയുണ്ട്, 5 ഉള്ളൂ, എന്നാൽ 3 കൂടി കൊടുത്തേക്കാമെന്ന് പറയുന്ന കാര്യമല്ലത്. നമ്മളുടെ ഗവൺമെൻറ് പോളിസിയെ നിർണ്ണയിക്കാൻ ഇത്തരമൊരു വിവരം ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ വസ്തുതകൾ മനസ്സിലാക്കി വെൽത്തിൻ്റെയും മൂലധനത്തിൻ്റെയും അവസരങ്ങളുടെയും ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടത്തിയാൽ മാത്രമേ ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടൂ എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്നും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും തുല്യമായ നീതിയും അവസര സമത്വവും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവർ ജാതി സെൻസസിനെ പിൻപറ്റിയേ പറ്റൂ, അതിനെ പിന്തുണച്ചേ പറ്റൂ. ആ വിവരമില്ലാതെ അത് സാധ്യമല്ല. ഈ നീതി ലഭ്യമാക്കാൻ നമുക്ക് കഴിയില്ല. നീതിയുടെ പേരിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളും യഥാർത്ഥത്തിൽ ഈ ഓളിഗാർക്കിക്കകത്ത് നടക്കുന്ന ചില ഇടപാടുകൾ മാത്രമാണ്. അതിൽ നിന്നും ഇന്ത്യക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ജാതി സെൻസസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ദളിതരുടെ കാര്യമോ പിന്നോക്കക്കാരുടെ കാര്യമോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാര്യമായി ഇന്ത്യയിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓഗസ്റ്റ് 1 വന്ന സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. ആ വിധി പരിശോധിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇതിനു മുമ്പ് 2019 കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ സംവരണീയരല്ലാത്ത വിഭാഗങ്ങളിൽ ദരിദ്രരായവർക്ക് സംവരണം കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. അവരുടെ ദാരിദ്ര്യത്തിൻ്റെ പരിഹാരമെന്ന നിലക്കാണ് സംവരണം അവർ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ ഉന്നതിക്ക് വേണ്ടി ഗവൺമെൻറ് പരിശ്രമിക്കേണ്ടതാണെന്നുള്ള വകുപ്പിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ കൂടി സംവരണം കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ടായത്. ആ വ്യവസ്ഥയേക്കാൾ ഉപരി ആ വ്യവസ്ഥ ഇന്ത്യൻ രാഷ്ട്രത്തിലുണ്ടാക്കിയ പ്രതിഫലനങ്ങളാണ് ഏറ്റവും ശ്രദ്ധാപൂർവ്വം നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇത്തരമൊരു നിർദ്ദേശം വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ ഏതാണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ IUML പോലെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടി, അല്ലെ OICA പോലെയുള്ള അവരുടെ ഒരു പാർട്ടി, അങ്ങനെ 1-2 പാർട്ടികൾ ഒഴികെ, ചെറിയ പാർട്ടികൾ ഒഴികെ ബാക്കി മുഴുവൻ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്ന് വിതിൻ അവേഴ്സാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് നിയമമായത്. അത് വിതിൻ 24 അവേഴ്സ് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിൽ നടപ്പിലാക്കുവാനുള്ള ഇനിഷ്യേറ്റീവ് നടന്നു. എന്താണ് ഇതിൻ്റെ താല്പര്യം? നമുക്കറിയാം, നിരവധി നിയമനിർമ്മാണങ്ങൾ പാർലമെൻറ്റ് നടത്താറുണ്ട്. ആ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തിയാൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ ചട്ടക്കൂടുണ്ടാക്കാൻ തന്നെ വർഷങ്ങളെടുക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് സവർണർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നതിൽ ഒരു പക്ഷപാതമുണ്ട് നമ്മൾ അറിയണം. വളരെ വ്യക്തമായൊരു പക്ഷപാതമുണ്ട്. മാത്രവുമല്ല, അവർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ലോകത്തെവിടെയെങ്കിലും ദാരിദ്ര്യം പരിഹരിക്കാൻ പോസിറ്റീവ് അസേർഷൻ വേണമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ചിന്തകൻ പോലും ലോകത്തെവിടെയുമില്ല. ദാരിദ്ര്യം എന്ന് പറയുന്ന ലോകത്ത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അത് പരിഹരിക്കാനായിട്ട് പോസിറ്റീവ് അസേർഷൻ, റിസർവേഷൻ വേണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചിന്തകനും ലോകത്തെവിടെയുമില്ല. അതതിൻ്റെ പരിഹാരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഇന്ത്യക്കാർക്ക് മാത്രം ഇത്ര പ്രത്യേകത? അപ്പോൾ ഇത് സംവരണത്തോടുള്ള ഒരു വിരോധത്തിൻ്റെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണത്. ഈ സംവരണത്തിൻ്റെ മാനദണ്ഡം പടിപടിയായി സാമ്പത്തികമാക്കി മാറ്റണമെന്നുള്ള EMS അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കോടതി തന്നെ പറയുന്നുണ്ട്, EWSൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്, ഭാവിയിൽ എല്ലാ സംവരണത്തിൻ്റെയും മാനദണ്ഡം സാമ്പത്തികമായി മാറും എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ സംവരണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അട്ടിമറിക്കുകയും, യഥാർത്ഥ ലക്ഷ്യം ബഹിഷ്കൃതരുടെ പ്രാതിനിധ്യമാണ്, അതിനെ അട്ടിമറിക്കുകയും ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്തോ ഒരു കാര്യമാണ്, അതിന് പരിഗണിക്കപ്പെടേണ്ട മാനദണ്ഡം സാമ്പത്തികം മാത്രമാണെന്നുള്ള ഭരണഘടനാവിരുദ്ധമായ ഒരു മാനദണ്ഡത്തിലാണ് EWS ഉണ്ടായത്. പിന്നീടുള്ള എല്ലാ സംവരണ കേസുകളിലും, പിന്നീടുള്ള എല്ലാ സംവരണവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും ഈ സാമ്പത്തിക മാനദണ്ഡം പ്രധാനമായി വരുന്നു എന്ന് നമ്മൾ കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇപ്പോൾ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് എവിടെ ബാധകമായ സ്ഥലമാണ്? സർക്കാർ മേഖലയിൽ മാത്രം ബാധകമായ സ്ഥലമാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യത്തിൽ, ബ്യൂറോക്രസിയുടെ കാര്യത്തിൽ. ഇന്ത്യൻ തൊഴിലുകളിൽ, ഇന്ത്യയിലെ ലഭ്യമായ തൊഴിലുകളിൽ 2% മാത്രമാണ് സർക്കാർ ജോലി. ബാക്കി 98% ജോലിയും പ്രൈവറ്റ് മേഖലയിലാണ് ഉള്ളത്. ഈ പ്രൈവറ്റ് മേഖലകളിലെ ജോലികളിൽ എത്ര ദളിതരും പിന്നോക്കക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നോക്കക്കാരെന്ന് പറയുന്നത് സംഘടിതമായൊരു സമുദായത്തെ മാത്രം കണ്ട് നമ്മൾ പിന്നോക്കക്കാരെ എടുക്കരുത്. അസംഘടിതരായിട്ടുള്ള, വളരെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആയിരക്കണക്കിന് ജാതികളാണ്, പിന്നോക്ക ജാതികളാണ് ഇന്ത്യയിലുള്ളത്. അവരുടെയൊക്കെ പ്രാതിനിധ്യം നാമമാത്രമാണ്. ഉണ്ടെങ്കിൽ തന്നെ കാഷ്വൽ ലേബേഴ്സിൻ്റെ സ്ഥാനം മാത്രമാണ് അവർക്കുള്ളത്. ഇന്ത്യയിൽ അനേകായിരം IT കമ്പനികളുണ്ട്, അതിൽ വളരെ വലിയ CEO പോസ്റ്റുകളുണ്ട്. എത്ര ദളിതരുണ്ട് അതിനകത്ത്? എത്ര ദളിതരുണ്ട്? ഇവർ പറയണം ഉത്തരം. അപ്പോൾ ഇത് ഒരിക്കൽ പോലും തുറക്കപ്പെടാത്ത ഒരു ജോബ് മാർക്കറ്റായിട്ടാണ് പ്രൈവറ്റ് മേഖല ഇപ്പോഴും നിൽക്കുന്നത്. കേരളത്തിലെ എയ്ഡഡ് മേഖലയൊക്കെ ഈ പ്രൈവറ്റ് മേഖലയുടെ ഭാഗമാണ്. അങ്ങോട്ടൊന്നും ഈ വിഭാഗത്തിൽ യാതൊരു പ്രവേശനവുമില്ല. ഇനി അഥവാ പ്രവേശനം കിട്ടണമെങ്കിൽ സാമ്പത്തിക മാനദണ്ഡം പാലിക്കണമെന്നുള്ളൊരു പുതിയ വ്യവസ്ഥയിലേക്കാണ് ഈ ഓഗസ്റ്റ് 1 സംവരണ വിധി വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 1 സംവരണ വിധിക്ക് കാരണമായ പെറ്റീഷൻ പഞ്ചാബ് ഗവൺമെൻറ് പട്ടികജാതി ലിസ്റ്റിനകത്ത്, സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത്, പഞ്ചാബിലെ പട്ടികജാതി ലിസ്റ്റിൽ പല കാറ്റഗറിയായിട്ട് തിരിച്ച് ചില വിഭാഗങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ട് അവർക്ക് കിട്ടാൻ വേണ്ടി പല കാറ്റഗറിയായിട്ട് തിരിക്കാൻ തീരുമാനിക്കുന്നു. ഇത് ആന്ധ്രാപ്രദേശിൽ ആദ്യം ചെയ്തതാണ്. ആന്ധ്രാപ്രദേശ് ചെയ്യുമ്പോൾ അന്നത്തെ കേസിൽ കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനുള്ള അവകാശം പാർലമെൻറ്റിനും ഇന്ത്യൻ പ്രസിഡൻറ്റിനും മാത്രമാണ് ഭരണഘടനാപരമായി. അതിലൊരു മാറ്റവും വരുത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമില്ല എന്നതുകൊണ്ട് കോടതി ഈ സബ് കാറ്റഗറൈസേഷൻ ചെയ്യരുത് എന്ന് വിലക്കിയിട്ടുള്ളതാണ്. 20 വർഷം കഴിഞ്ഞ ആ വിധിയെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത് ഈ സബ് കാറ്റഗറൈസേഷൻ ഭരണഘടനാപരമാണ്, ഭരണഘടനയ്ക്കെതിരല്ല എന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ളൊരു കാര്യം, ഈ സബ് കാറ്റഗറൈസ് ചെയ്യുന്നതിന് കോടതി പറയുന്നൊരു ന്യായം, ഈ ചില ജാതി വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ പട്ടികജാതി ലിസ്റ്റിൽ 54 ജാതികളുണ്ട്. ഈ 54 ജാതികൾക്കും തുല്യമായ അവസരങ്ങളും തുല്യമായ വിഹിതവും കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില വിഭാഗങ്ങൾക്ക് തീരെ കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾക്ക് കിട്ടാതെ പോയത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത്
റിസർവേഷൻ്റെ അവസരങ്ങൾ കരഗതമാകണമെങ്കിൽ അതിൽ ഇടപെടുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് തയ്യാറാവണം, അതിനുള്ള പ്രാപ്തി ഉണ്ടാവണം, ഇങ്ങനെ കുറേയേറെ സംഗതികളുണ്ട്. അപ്പോൾ ഈ 54 ജാതികളിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ജീവിത പ്രതിസന്ധി നേരിടുന്ന നിരവധി സമുദായങ്ങളുണ്ട്, നിരവധി ജാതികളുണ്ട്. ആ വിഭാഗങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുവാനും ഈ സംവരണ അവകാശങ്ങൾ കരഗതമാകുവാനുള്ളൊരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യം. രണ്ടാമതൊരു സംഗതി, ഇപ്പോൾ 8% റിസർവേഷനാണ് ഇവിടെ ഉള്ളത്. ഈ വിഭാഗങ്ങളിൽ കിട്ടാതെ പോയിട്ടുള്ള വിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് സിസ്റ്റം ഏർപ്പെടുത്താവുന്നതാണ്. അവരെ യഥാർത്ഥത്തിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ഗവൺമെൻറ്റും കോടതിയും ശ്രമിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് അവർക്ക് പ്രയോറിറ്റി നിശ്ചയിക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഈ ലിസ്റ്റിനെ 4ഉം 5ഉമായി വിഭജിച്ച് മറ്റൊരു ഗ്രൂപ്പ് അടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിന് കിട്ടാതെ പോകുന്നത് എന്നുള്ള വ്യാജ്യമായ ഒരു പ്രചാരണം നടത്തി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദളിതർക്കിടയിൽ അന്തഛിദ്രമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫലം. രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ മാനദണ്ഡമായിരിക്കുന്നത് സാമ്പത്തികമാണ്. ഇതിൻ്റെ മാനദണ്ഡമായിരിക്കുന്നത് സാമ്പത്തികമാണ്. കുറച്ച് പേർ ജോലി കിട്ടി സാമ്പത്തികമായി സുരക്ഷിതമായിരിക്കുന്നു, അതുകൊണ്ട് അവരെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. സാമ്പത്തികമായി സുരക്ഷിതമായാൽ ഈ ജാതീയമായ വിവേചനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ? നിർണായകമായ ചോദ്യമാണ്. കോടതി മറുപടി പറയണം. ഒരാൾക്ക് സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അയാളുടെ ജാതി മുദ്ര മാഞ്ഞു പോകുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ മാഞ്ഞു പോയതായി അനുഭവമൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു ക്രീമി ലെയർ ഉണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടുപിടുത്തം. എന്താണ് ഈ ക്രീമി ലെയർ എന്ന് പറയുന്നത്? പണിയെടുത്തുണ്ടാക്കുന്ന കൂലി പൈസയാണോ ക്രീമി ലെയറിൻ്റെ മാനദണ്ഡം? ഒരാൾക്കൊരു ജോലിയുണ്ട്, അയാൾക്ക് കിട്ടുന്ന ശമ്പളമാണോ മാനദണ്ഡം? ശമ്പളമെന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. പണിയെടുക്കാൻ പോയില്ലേ ഒരിക്കലും കിട്ടിയാലാത്തതുമാണ് സംവരണം. ഈ പറയുന്ന ശമ്പളമെന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ വേജ് എന്ന് പറയുന്ന കാര്യം, അത് കൂട്ടിവെച്ചിട്ടല്ല ഒരാൾ ക്രീമി ലെയർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. മറിച്ച് ക്രീമി ലെയർ തീരുമാനിക്കുന്നത് ആസ്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. ആസ്തിയെ അടിസ്ഥാനപ്പെടുത്തി ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമുള്ളവർ, സ്വന്തമായി ഫാക്ടറി ഉള്ളവർ, ഫിനാൻസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്കൂളുകൾ നടത്തുന്നവർ, ആശുപത്രി നടത്തുന്നവർ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ അസറ്റഡ് പീപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പം ദളിതർക്കിടയിൽ ഒരു ക്രീമി ലെയർ ഉണ്ടെങ്കിൽ തന്നെ ആ ക്രീമി ലെയറിനെ ആരുമായിട്ടാണ് തട്ടിക്കേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്? അതിനകത്തെ ദരിദ്രരുമായിട്ടാണോ? അല്ല. ഇതിനകത്തൊരു ക്രീമി ലെയർ ഉണ്ടെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളെ ക്രീമി ലെയറായിട്ട് തട്ടിച്ച് നോക്കണം. അന്നേരമാണ് ഈ ക്രീമി ലെയറിൻ്റെ ബലം നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസിന് ഒരു ക്രീമി ലെയർ വിഭാഗമുണ്ട്. അവരായിരക്കണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ നടത്തുന്നവരവർ. അവരുടെ ആസ്തിയുമായി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ദളിതർ വട്ടപൂജ്യമാണ്. എന്താസ്തിയുണ്ടെന്ന് അവർ ഈ പറയുന്നത്? അപ്പോൾ ഇവർ വെറുതെ ക്രീമി ലെയർ എന്ന് പറഞ്ഞ് വെറുതെ ഒരു മാനദണ്ഡമില്ലാതെ വെറുതെ പറഞ്ഞാൽ പോരാ. എന്തിനടിസ്ഥാനത്തിലാണ് ക്രീമി ലെയർ തീരുമാനിക്കുന്നത്? ഒരാൾക്ക് ജോലിയുണ്ട് എന്നുള്ളത് ക്രീമി ലെയർ ആകുന്നതിൻ്റെ മാനദണ്ഡമാകുന്നില്ല. മറിച്ച് അയാളുടെ ആസ്തിയാണ് പ്രധാനമായും നോക്കേണ്ടത്. അപ്പോൾ ആസ്തി വെച്ച് നോക്കുമ്പോൾ ഇവർക്കിടയിൽ ക്രീമി ലെയർ ഉണ്ട് എന്ന് പറയുന്ന വാദം പോലും അടിസ്ഥാനരഹിതമായി തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് നിർദ്ദേശങ്ങളും പരിപൂർണമായും യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതുമല്ല, ഈ ജനതയെ ശിഥിലമാക്കുന്നതും ഇവരെ എല്ലാ അവകാശങ്ങളിൽ നിന്നും പുറത്താക്കുന്നതുമാണ്. അവസാനത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിലെ ക്രീമി ലെയറിനെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ക്രീമി ലെയറിനെ പുറത്താക്കിയാൽ പാവപ്പെട്ടവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നൊരു യുക്തി. ഇത് പാവപ്പെട്ടവർക്കല്ല ഇത് കൊടുക്കുന്നത്. നമ്മൾ PSC ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ചില യോഗ്യതകൾ ആദ്യം പറയുന്നത്. ഡിഗ്രിക്കാരെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പട്ടികജാതിക്കാരനായതുകൊണ്ട് ഡിഗ്രി ഇല്ല, എന്നാലും എനിക്ക് തരണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുണ്ടോ?
അങ്ങനെയില്ല. ഡിഗ്രി ഉള്ളവർക്കേ അയക്കാം, ഡിഗ്രി ഇല്ലാത്തവർ മുഴുവൻ അതിന് പുറത്താണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതണം. സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെങ്കിൽ അതിന് കോച്ചിങ്, അതിൻ്റെ പഠനം, അതിൻ്റെ പഠിക്കാനുള്ള സൗകര്യം, ഇങ്ങനെ പല സംഗതികൾ വേണം. വെറുതെ ഒരാൾ ചാടിക്കയറി എഴുതി ജയിക്കാവുന്നതല്ല IAS പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീമി ലെയർ എന്ന് ഇവർ പറയുന്ന അത്യാവശ്യം ജോലി ഉള്ള, ചെറിയൊരു സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ഒരു ചെറിയ വിഭാഗത്തിൽ നിന്നാണ് ഈ വലിയ കോമ്പറ്റേറ്റീവ് മേഖലയിലേക്ക് കുട്ടികൾ വരുന്നത്. അവരെ അങ്ങ് പുറത്താക്കിയാൽ പിന്നെ ഇവിടെ നിന്ന് ആരും കൊണ്ട് ചെല്ലില്ല എന്നതാണ് അവരുടെ സൗകര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അവരുടെ സൗകര്യം. ഈ വിഭാഗത്തിൽ നിന്നൊരാൾ ജോലി അന്വേഷിച്ച് ആ പ്രദേശത്തേക്ക് ചെല്ലില്ല. കാരണം അവർ മിക്കവാറും തന്നെ അതിൻ്റെ യോഗ്യത നേടാനുള്ള ഭൗതിക സാഹചര്യമുള്ളവരായിരിക്കില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഫലപ്രദമായി ദളിതരുടെ അധികാര പ്രവേശനത്തെ തടയുക എന്ന ഒരു ദൗത്യമാണ് ഈ വിധി യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറികടന്ന് പോകേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്, ഭരണഘടനയെ മാനിക്കുന്ന ഭരണകൂടത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.